ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊട്ട് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജൊക്കെ വന്നു. ഞാൻ അത് പറയാൻ വേണ്ടി വന്നതല്ല. എനിക്ക് ഇന്ന് ഒരു ക്ലാസ്സുള്ള ദിവസമായിരുന്നു. ഞാൻ എന്താ പഠിച്ചത്, ഞാൻ ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണെന്നുള്ളതൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ BA കഴിഞ്ഞ് ആയിരുന്നു. അതുകൊണ്ട് MAക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കോളേജിൽ പോയത്. MA സോഷ്യോളജിയാണ് എടുത്തത്. പിന്നെ അതുമല്ലാണ്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു ക്ലാസ്. അപ്പം വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഹസ്ബൻഡ് നോക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ കോളേജിലേക്ക് പോയത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് അവിടെ മേശമേൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ കോളേജിൽ പോയത്. 9:30 ആകുമ്പോഴത്തേക്ക് കോളേജിൽ പോകേണ്ടിയിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, ലഞ്ച് ഉണ്ടാക്കിയില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച വരെ ഉള്ളൂ. അതുകൊണ്ട് വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് സിമ്പിളായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. വന്നപ്പോൾ നല്ല വിശപ്പുണ്ട്. കുട്ടികളായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതല്ലേ, അവർക്കും വിശക്കുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡ് ഫിഷൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ച് ഫിഷ് ബിരിയാണി, എന്നും എന്ത് സ്പെഷ്യൽ വേണമെന്ന് ചോദിച്ചാലും അപ്പം ഫിഷ് ബിരിയാണി. അങ്ങനെ പക്ഷേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു സാവകാശം എനിക്ക് അന്നേരം ഇല്ലായിരുന്നു. കാരണം ക്ലാസ് കഴിഞ്ഞ് വന്ന് ആകെ ടയേർഡായി. പിന്നെ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഓയിലൊക്കെ ചൂടായതിന് ശേഷം കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് പിന്നെ ഞാൻ അരി ഇട്ടു. സാധാരണ നമ്മളിവിടെയൊക്കെ വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇടൽ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാട്ടോ, അരി അങ്ങനെ ഒട്ടിപ്പിടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വയനാട്ടിൽ പോയപ്പോൾ അവിടെ നിന്നൊരു ഷെഫ് പറഞ്ഞതായിരുന്നു, അരി റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ നെയ്ച്ചോറ് നല്ലതിൽ കിട്ടുന്നു. പിന്നെ ആ സമയം നെയ്ച്ചോറ് ആവുന്ന സമയത്ത് ഞാൻ ഫിഷൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചു കേട്ടോ. നെയ്ച്ചോറിന് ചിക്കനാണ്, പക്ഷേ ഫ്രിഡ്ജിൽ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടും ഫിഷാണ് ഉള്ളതുകൊണ്ടും തൽക്കാലം എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫിഷ് അങ്ങനെ പൊരിക്കാൻ നിന്നു. കുറച്ച് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കി. പിന്നെ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഞാൻ തട്ടിക്കൂട്ടൊരു ഗ്രേവി ഉണ്ടാക്കി. ചില്ലി ചിക്കൻ കേട്ടിട്ടില്ലേ, നെയ്ച്ചോറും ചില്ലി ചിക്കനും. എന്നാൽ ആ ചില്ലി ചിക്കൻ്റെ വേറൊരു മൂത്താപ്പേ എളാപ്പേ അങ്ങനെ ആരെങ്കിലും കൂട്ടാട്ടോ, അതോ ഫിഷ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ സാധനമൊന്നും കണ്ടില്ലെങ്കിൽ ആകെ ഒരു ഇതാ. അപ്പം ഉള്ള സാധനം കൊണ്ടാണ് ഫിഷിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളങ്ങനെ തട്ടിക്കൂട്ടുന്ന ആ ഡിഷുകൾ നല്ല അപാര ടേസ്റ്റി ആയിരിക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തട്ടിക്കൂട്ടി റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കിയത്. പക്ഷെ അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ മീന് വലിയ താല്പര്യമില്ല, ചിക്കനാണ് ഇഷ്ടം. പക്ഷേ ഹസ്ബൻഡിന് ചിക്കന് വലിയ താല്പര്യമില്ല, മീനാണ് ഇഷ്ടം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കാട്ടോ ഞാൻ. അങ്ങനെ ഫിഷ് പൊരിച്ച ആ ഓയിലിലേക്ക് ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ബട്ടർ നല്ല ഫ്ലേവർ കൊടുക്കുവേ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം. പക്ഷെ ഞാൻ തക്കാളി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചില്ലി സോസ്, സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, ടൊമാറ്റോ സോസ്, അത് രണ്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ലോണം കുക്കാക്കി എടുത്തതിന് ശേഷം കുറച്ച് കോൺ പൗഡർ കലക്കി ഒരു തിക്നെസ് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്രേവി പോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും വിതറിയിട്ട് ഈ പൊരിച്ച മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.